ഇപ്പോൾ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരൻ തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാർ കുറ്റം ചെയ്തു എന്നുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. 3 വർഷത്തിൽ താഴെ തടവ് ലഭിക്കാവുന്ന കുറ്റം ചെയ്തു എന്ന് ഉൾപ്പെടെയുള്ള മറുപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ SFI പ്രവർത്തകർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല. അങ്ങ് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? അതെ, ഞാൻ കുറ്റം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ല. ഞാൻ കുറ്റക്കാരനാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചില പരാതികൾ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ പരാതിയിൽ അടിസ്ഥാനമൊന്നുമില്ല. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവരുടേതായ നടപടിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അന്വേഷിക്കുക, അതിലെ പ്രതിയായിട്ടുള്ള ആളെ വിവരം അറിയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പോലീസിന്റെ കണ്ടെത്തലൊന്നും അതിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അങ്ങേക്കെതിരെ ഒരു പരാതി പോവുക മാത്രമാണോ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഒരു പരാതി പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു പരാതി പോയാൽ അതിലെടുക്കേണ്ടതായ സ്വാഭാവിക നടപടികൾ പോലീസ് എടുത്തിട്ടുണ്ട്. എന്നതിനപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും ഒരു കണ്ടെത്തലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങേ വിളിപ്പിച്ചിരുന്നോ? അല്ല, വിളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പോലീസ് പ്രൊട്ടക്ഷനിലാണല്ലോ. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിൽ നിന്ന് കിട്ടിയ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രൊട്ടക്ഷനിലാണ് കോളേജ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും പോലീസുമായിട്ട് ടച്ചിലാണ്. പോലീസ് സ്റ്റേഷനിൽ പോകാറുണ്ട്, എല്ലാ ദിവസവും പോകുന്നുണ്ട്. പിന്നെ ഈ നാളെയും മറ്റന്നാളും ഇവിടെയുള്ള ദിവസങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിക്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല ആയിട്ട് തോന്നുന്നില്ല. അതായത് ഒരു കൗണ്ടർ കേസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു നടപടിക്രമം അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ളതും. മറ്റൊരു കാര്യം അറിയേണ്ടത്, നിലവിൽ ഈ കേസിന്റെ സ്ഥിതി എന്താണ്? നിലവിൽ ഈ കേസിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് എടുക്കേണ്ട നടപടിക്രമങ്ങൾ എല്ലാം പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കൗണ്ടർ കേസ് അല്ല, വ്യാജ കേസ് എന്ന് പറയൂ. ഇത് കൗണ്ടർ കേസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് പൂർണ്ണമായും വ്യാജമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കേസാണ്. ഇതിൽ യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽ എവിഡൻസ് ഉള്ള പ്രിൻസിപ്പലിനെ അടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം, അതിന്റെ അപ്പുറത്ത് ഒരു പുകമുറ, രണ്ടും നിൽക്കുകയാണ്. ഇതിൽ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് ഞാൻ വിടുകയാണ് ഇതിൽ ഏതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ഞാനിപ്പോഴും കൊയിലാണ്ടിയിലുണ്ട്. ഞാൻ കൊയിലാണ്ടിയിലെ ജംഗ്ഷനിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അവസ്ഥ എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഈ 2 കാര്യങ്ങളാണ്. ഒന്നൊരു പുകമുറ, മറ്റൊന്ന് നിങ്ങൾ എല്ലാവരും കണ്ട വിഷ്വൽസ്. അതേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. സർ, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ വിഷയത്തിൽ പോലീസ് നടപടിയിൽ അങ്ങ് തൃപ്തരാണോ? പോലീസ് നടപടിയിൽ തൃപ്തരാണ്. പോലീസ് എല്ലാവിധത്തിലും സഹകരിക്കുന്നുണ്ട്. അവരുടെ കഴിവിന്റെ പരമാവധി അവർ സഹകരിക്കുന്നുണ്ട്. അതിലൊന്നും വീഴ്ചയൊന്നും വന്നതായിട്ട് എനിക്കിപ്പോ തോന്നിയിട്ടില്ല. ശരി, കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്.